കുതിച്ചുകയറി സ്വർണ്ണവില പുതിയ റെക്കോർഡിലേക്ക് ഗ്രാമിന് 80 രൂപ കൂടി 6840 രൂപയായി. പവന വില 54,720 രൂപയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നതാണ്. വീണ്ടും പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകുന്നു. ഇതിപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ, ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്ന എന്താണ്, എന്ത് പ്രതീക്ഷിക്കണം വരും ദിവസങ്ങളിൽ? വില കുറയുകയും പിന്നീട് കുതിച്ചു കയറുകയും ചെയ്യുക എന്നുള്ളതാണ് സമീപകാലത്ത് സ്വർണ്ണ വിപണിയിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നേരത്തെ ഏപ്രിൽ മാസത്തിൽ സ്വർണ്ണവില, ആഭ്യന്തര സ്വർണ്ണവില അതിന്റെ റെക്കോർഡ് നിലയിൽ എത്തിയതിനു ശേഷം താഴേക്ക് വന്നിരുന്നു. വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗ്രാമിന് 40 രൂപയും 50 രൂപയും 70 രൂപയും ഒക്കെ കൂടിയാണ്. ഇന്ന് ഗ്രാമിന് 80 രൂപ കൂടി കൂടിയതോടുകൂടിയാണ് പഴയ റെക്കോർഡ് ഭേദിച്ച് പുതിയ വിലയിലേക്ക് കടന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര വിലയിലെ വർധനയാണ് ആഭ്യന്തര വിപണിയിലും സ്വർണ്ണവില വർധനയ്ക്ക് കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ വർധനയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് സ്വർണം സ്വന്തമാക്കി സൂക്ഷിച്ചു വെക്കുന്നു. മാത്രവുമല്ല, പല രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കയിലെ ഫെഡറൽ പലിശ നിരക്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് മാറ്റം വന്നേക്കും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതും സ്വർണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടാൻ വൻകിട നിക്ഷേപകരെ പ്രേരിപ്പിച്ചു. കൂടാതെ ചൈനീസ് ഡേറ്റകൾ ശക്തമാവുന്നതും അവിടെയും സ്വർണ്ണ വിൽപ്പന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ വാങ്ങിക്കൂട്ടുന്ന സ്വർണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കൈകളിലേക്ക് എത്തുന്നത് ഇന്ത്യക്കാരുടെയും ചൈനക്കാരുടെയും കൈകളിലേക്കാണ്. ഇങ്ങനെ ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് സ്വർണം വാങ്ങാൻ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നതുൾപ്പെടെയാണ് സ്വർണ്ണവിലയുടെ വർധനയ്ക്ക് കാരണം. വിപണി വിദഗ്ധർ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത 1-2 ദിവസങ്ങളിൽ കൂടി സ്വർണ്ണവില മുകളിലേക്കായിരിക്കാൻ തന്നെയാണ് സാധ്യത. ശരി. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണവില കുതിച്ചുയരുന്നു.